നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഇപ്പോൾ കിട്ടിയ വാർത്ത. കേരളത്തിലെ വയനാടൻ കാടുകളിൽ തീവ്രവാദി സാന്നിധ്യമുണ്ടെന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം തടവിലായ 5 തീവ്രവാദികളെ വിട്ടയക്കണമെന്ന് അവർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇത് നിരസിച്ച സർക്കാരിനോട് ഓഗസ്റ്റ് 15-ന് ശക്തമായി തിരിച്ചടിക്കുമെന്ന് തീവ്രവാദി തലവൻ വ്യക്തമാക്കി. സംശയാസ്പദമായ ആരെങ്കിലും കണ്ടാൽ പോലീസിൽ അറിയിക്കണമെന്നും പരിസരവാസികൾ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ഭരണകൂടത്തിന് വേണ്ടി കളക്ടർ അറിയിച്ചു. കിട്ടിയില്ല. പക്ഷെ അത് ഇവിടെ എവിടെയോ ഉണ്ട്. ഇത് എവിടെ പോയെന്നറിയാൻ പാടില്ലല്ലേ? കിട്ടിയാടാ? ഇല്ലാന്നേ, ഒറ്റ നമ്പറിന് മാറിപ്പോയി. എടാ, നമ്മുടെ 5 സഹോദരങ്ങൾ അവിടെ ജയിലിൽ കിടക്കുകയാണ്. അപ്പോഴാണ് നീ ലോട്ടറി പോയി കളിക്കണത്. പിന്നെ ലോട്ടറി എടുത്താൽ നോക്കണ്ടേ? അല്ല, നിങ്ങൾ എന്ത് തിരക്കണത്? അല്ലേ, ഞങ്ങളുടെ ഒരു 20 രൂപയുടെ റീചാർജ് കൂപ്പൺ ഇവിടെ പോയി. അത് കിട്ടാൻ നോക്കിയതാ. വെറുതെ ഇല്ല, ഇന്നലെ വൈകുന്നേരം എന്റെ പോക്കറ്റിൽ കിടന്ന് 20 രൂപ കാണാണ്ട് പോയി. ഹലോ, ചേട്ടാ, പാലം കടന്നാലേ ഒരു വെള്ളച്ചാട്ടുണ്ട്. അവിടെ എത്തുമ്പോ എന്നെ വിളിച്ചാ മതി. ചേട്ടാ, പിന്നെ കുളിച്ചിട്ടൊക്കെ വരണേ. ശരി. നമ്മുടെ 20 രൂപയുടെ റീചാർജ് കൂപ്പണാണ് സംസാരിച്ചുകൊണ്ട് പോണത്. ഇവിടെ ആരാണ്ടിനേക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം കേട്ടാ. അവളെ വിളിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ട്. നമ്മളെ വിളിക്കാൻ ആളില്ലേ? ആര്? പിന്നെ തൊള്ളക്കും മുത്തിക്കൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട്. എടാ, ഹിന്ദി പഠിക്കണം. ഹിന്ദി അറിയാൻ കേട്ടല്ല. മണി പോലെ നമുക്ക് മേലോട്ട് വരാം. ഞാൻ ആളെ ഹിന്ദി പഠിക്കാൻ പോയി. നീ ആദ്യം മലയാളം എഴുതാനും വായിക്കാനും പഠിക്കും. ഈ കഴിഞ്ഞ ആഴ്ച അച്ഛനെ എഴുതിയ എഴുത്തൊക്കെ ഞാൻ വായിച്ചു. ആഴ്ച അച്ഛനെ ഇഷ്ടമുണ്ട്. നമുക്കിവിടെ ചിരിക്കാനുള്ളൊരു വകയും കിട്ടുന്നുണ്ട്. ഇവൻ അച്ഛനോട് ചോദിക്കണേ, കൊച്ചന് സുഖമല്ലേ? ഞാൻ കൊച്ചാക്കിയെന്നാ വിളിക്കണം. കൊച്ചു മാറ്റി വിളിച്ചാ മതിടാ. അപ്പിയെന്നാ ഒറ്റ കീറോച്ചെന്നാണില്ല. നിന്റെ അപ്പനെ ഏതാണെന്ന് അറിയാം. അവർക്ക് ആരാണ് എന്റെ അച്ഛൻ? എല്ലാവർക്കും അറിയാലോ. സ്വാതന്ത്ര്യ സമര സേനാനി. തന്റെ അച്ഛനാ? പിന്നെ എടോ, അപ്പൊ ആ കഥ ഒന്ന് പറഞ്ഞൂടെ? എടോ, ബ്രിട്ടീഷ് പട്ടാളത്തിനോട് ഒറ്റയ്ക്ക് നിന്ന് പോരടിച്ച ആളാ എന്റെ അച്ഛൻ. തന്റെ അച്ഛനാ? എന്നിട്ട് പിടിച്ചിരിക്കാൻ പറ്റാണ്ടായപ്പോ ഇവിടുന്ന് ജപ്പാനിലേക്ക് നാട് വിട്ട് അവിടെ ചെന്നിട്ട് INA രൂപം നൽകി. അത് IMA, ഇത് INA. അതായത് ഇന്ത്യൻ നാഷണൽ ആർമി. എന്നിട്ട് അവിടെ നിന്ന് ജപ്പാനിൽ നിന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിനോട് അവിടെ നിന്ന് ചരട് വലിച്ചു വിളി. ഒരുപാട് ചരട് വേണ്ടി വന്നു കാണും ഒരു കാര്യത്തിന്. അല്ല, ജപ്പാനിൽ നിന്ന് ഇന്ത്യ വരെ വലിക്കണ്ടേ? ആരുടെ തീവ്രവാദിയാ? ക്യാപ്റ്റൻ എടുത്താണ് ഈ മുതലല്ല. ഒരു ദിവസം ബർമയിൽ ജർമ്മനിയിലേക്ക് പോണ വഴിക്ക്, ഫ്ലൈറ്റിന് പോണ വഴിക്ക് പുള്ളിനെ അപ്രത്യക്ഷമായി പോയി. പിന്നെ കണ്ടിട്ടില്ല. അച്ഛൻ്റെ പേര് സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? എന്റെ ദൈവം, ഇതെങ്ങനെ മനസ്സിലായി? പിള്ളേർക്കൊക്കെ സ്കൂളിൽ പഠിക്കാനുണ്ട്. എന്റെ അച്ഛനെ കുറിച്ച് മഹാന്മാരുടെ പേര് ഇത്തക്കല്ലേ. നിന്റെ അച്ഛൻ ആരാണെന്ന് വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയോട് ചോദിക്കണം. സൗകര്യം പോലെ അവര് പറഞ്ഞു. അതൊക്കെ പോട്ടെ. തന്റെ സ്വാതന്ത്ര്യ സമര സേനാനി എന്നല്ലേ പറഞ്ഞത്? പിന്നെ താൻ എങ്ങനെ ഈ ചാവർപ്പട വന്ന് ചേർന്നു? അത് വേറൊരു കഥയാണ്. ഞാൻ ചെറുപ്പത്തിലെ കുസൃതി കാണിക്കുമ്പോഴേ അച്ഛനും അമ്മയൊക്കെ വിളിക്കുമായിരുന്നു. എന്ത് പടയാണ് ഈ പടനെ കൊണ്ട് വലിയ ശല്യമുള്ളത്. വലുതായപ്പോ കൂട്ടുകാർ പറഞ്ഞു, എടാ പടേ, എവിടെ പോണ്ട പടേ. അങ്ങനെ പടയെന്ന് പടപടാന്ന് വിളിച്ച് ലാസ്റ്റ് ഞാൻ ചാവർപ്പടലായി. പടകളായി. ക്യാപ്റ്റൻ വരുന്നുണ്ട് കേട്ടാ. ക്യാപ്റ്റനാ? വിഷമുള്ളത് ഇപ്പൊ കേൾക്കണം. മീൻ ചത്ത് പൊങ്ങിയേക്കണ പോലെ ആശങ്ക ഇറങ്ങി നടക്കണം. പണി പാടിയാണ്. ക്യാപ്റ്റനോട് എപ്പോഴും ഞാൻ പറയാറില്ല ഈ കവിത ചൊല്ലല്ലെന്ന്. എപ്പ ആ കവിത ചൊല്ലിയാലും അപ്പൊ ഫിക്സ് ഒന്ന് താഴെ വീഴും. ഇത് ഫിക്സ് കൊടുത്താലൊന്നും മാറിയല്ല. ഫിക്സ് അല്ല, ഫിക്സ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യും. ഫിക്സ് ഒന്നും മിണ്ടാണ്ടിരിക്കുക. എന്റെ തലൊന്നും നേരെ കിട്ടുന്നു. ക്യാപ്റ്റൻ, നമ്മുടെ 5 സഹോദരങ്ങളാണ് ജയിലിൽ കിടക്കുന്നത്. ഓക്കെ, 5 സഹോദരങ്ങൾ പുറത്തിറക്കണം. എത്ര പെട്ടെന്ന്? അതിനു വേണ്ടി ഒരു കാര്യം ചെയ്തു. നാളെ നമ്മൾ ശബരിമലക്ക് പോകുന്നു. ഞാൻ വരണ്ടേ? ഞങ്ങളൊന്നും പ്ലാൻ. നീ നോമ്പെടുത്തുണ്ടോ? എനിക്ക് പേലയല്ലേ, ഞാൻ എങ്ങനെ പോകാനാ? ഞാൻ ഉച്ചക്ക് ഇറച്ചി കിട്ടി. ഞാൻ ചിങ്ങത്തിലൊന്ന് പോയതാണ്. വർഷത്തിൽ ഒരു തവണ പോകാൻ പറ്റുള്ളൂ. എന്താണ്? 2 ദിവസം മുമ്പ് പറയാറുന്നില്ല ഞങ്ങൾ നോയമ്പെടുത്താനല്ല. നോയമ്പെടുത്തിട്ടില്ല. അയ്യോ, മാലായിട്ട് അവിടെ പോയി തൊഴാൻ പോണല്ല. നാളെ ശബരിമല മുഖ്യമന്ത്രി വരും.
നമ്മൾ അവിടെ ചെല്ലുന്നു, മുഖ്യമന്ത്രി പൊക്കുന്നു, നമ്മൾ 5 സഹോദരൻ വിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി തട്ടുന്നു. കൊള്ളാം, പക്ഷേ നോമ്പെടുക്കാണ്ട് പോകാൻ ശബരിമല എന്നൊക്കെ പറയുന്നത് ദോഷം കിട്ടും. അതൊക്കെ കള്ളത്തരോട്. അതൊക്കെ അങ്ങനെ ചെയ്യാലോ. വിശ്വാസം വേണം. സ്ഥലം മാറ്റി പിടി. സ്ഥലം മാറ്റി പിടിക്കണം. മുഖ്യമന്ത്രിയോട് പഴനി വരാൻ പറഞ്ഞാലേ പഴനി ശബരിമലൊന്നും വേണ്ട. മുഖ്യമന്ത്രിയോട് നമ്മൾ പറയുന്ന സ്ഥലത്ത് വരാൻ പറ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടാപ്പ് ചെയ്യാം. എങ്കിൽ ഒരു ഉഗ്രൻ ഐഡിയ. നാളെ ഓഗസ്റ്റ് 15. ഈ ഡേറ്റിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എവിടെ കേട്ടിട്ടുണ്ട്? ക്യാപ്റ്റൻ, എന്താണ് ഈ ഓഗസ്റ്റ് 15 പ്രത്യേകത? നമ്മൾ കോടീശ്വരം കളിക്കാൻ വന്നാണ് ഇവിടെ. നാളെ ഓഗസ്റ്റ് 15. അതിനല്ലേ നേരത്തെ പറഞ്ഞത്. ഞാനെന്ത് പറഞ്ഞു പറ്റാ? നാളെ ഓഗസ്റ്റ് 15. നാളെ എന്താ ഡേറ്റ്? അപ്പൊ നിങ്ങൾക്ക് പറയാം, ഞാൻ പറഞ്ഞാലും കുഴപ്പമില്ല. അതായത് നാളെ ഞാൻ ഓഗസ്റ്റ് 15 പറഞ്ഞില്ല. അല്ല, ഡേറ്റ് അതാണല്ല. അതല്ലേ പറയാൻ വന്നത്, ഞങ്ങൾക്കറിയാല്ല. ഇത് എപ്പോഴെപ്പോഴും അങ്ങോട്ട് വല്ല ഇങ്ങോട്ട് വാ. നാളെ കൂട്ടി കയറുന്ന ദിവസം. ഏത് പൂരത്തിന്? പൂരത്തിലല്ല, പൊങ്കാലയിടം സ്കൂളിലൊക്കെ പതാകയൊക്കെ ഉയർത്തിയിട്ട് ലഡു മിഠായിയൊക്കെ വിതരണം ചെയ്യില്ല ആ ദിവസം. പുല്ല് പറിക്കുന്ന ദിവസം, സ്വാതന്ത്ര്യ ദിനം. അത് തന്നെ. നാളെ ഒരു പ്രാവശ്യം കൂടി പറയൂട്ടാ. ഓഗസ്റ്റ് 15. ഓക്കെ. ഓഗസ്റ്റ് 15 ആലോചന നടക്കുന്ന സമയത്ത് എന്റെ മൂക്കടഞ്ഞിരിക്കുന്നു. എന്നാ ജലദോഷം എന്ന് പറ. മറ്റേ ഇത് കൊടി കയറുന്നതിന്റെ ഒത്തുകൂട്ടായ്മയില് നമ്മൾ നേരെ ചെല്ലും എറണാകുളം. എറണാകുളം കറക്റ്റ് ആയിരുന്നു. എനിക്കും തോന്നി സംഭവം തെറ്റിന്ന്. ഇന്നലെ ഓപ്പറേഷൻ വളരുന്നില്ല. നോർത്ത് വരുമോ? നാളെ നോർത്ത് ഒക്കെ അല്ല, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിന് എത്ര ബസ് സ്റ്റോപ്പ്? അപ്പൊ അവിടെ നമ്മൾ ചെല്ലുന്നു, ബോംബ് വെക്കുന്നു, തകർക്കുന്നു. അപ്പൊ നമ്മുടെ 5 സഹോദരങ്ങൾ വിട്ടുവരും. ഇല്ലെങ്കിൽ നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനും കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനും എല്ലാം തകർക്കണം. ഓക്കെ അല്ലേ? ഒരു കുഴപ്പമില്ല. ചെറിയൊരു കുഴപ്പമുണ്ട്. നാളെ നിങ്ങളിൽ ഒരാള് ഞാനെന്താ കുഴപ്പമുള്ളത്? ഞാൻ പോകാം. ഒരാള് മതി. ഞാൻ മതി. എടാ, ഞാൻ പോടാ. ഞാൻ മതി. അത് തീരുമാനിക്കും. ഒരാളിപ്പാ നിങ്ങൾ എല്ലാവരും വരും എനിക്കറിയാം. അരയിൽ ബെൽറ്റ് ബോംബ് കെട്ടി വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു, നെക്കുന്നു, പൊട്ടിച്ചതറുന്നു. ഛിന്ന ഭിന്നമായി റെയിൽവേ സ്റ്റേഷൻ ചെതറും. അതിന്റെ കൂടെ ഈ ചാവർപ്പടയുടെ ധന്യമായ ഒരു അംഗമാകാൻ നിനക്ക് കഴിയും. നിന്റെ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ഇതിലൊരു അംഗത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇങ്ങനെ ബോംബ് പൊട്ടി മരിക്കുക എന്നുള്ളത്. എനിക്ക് കിട്ടാത്തൊരു ഇതാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. ഒത്തിരി വർഷമായിട്ട് ഞാൻ ഇതിലുണ്ടായിട്ട് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. പറ്റില്ല. എന്താണ്? എന്റെ അരയിൽ ഒന്നും കെട്ടതെന്ന വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ഇത് കിട്ടിയേക്കണം. അത് പിന്നെ പാൻറ്റൊളിഞ്ഞ് പോകാതിരിക്കാൻ കിട്ടിയേക്കണം. കുഴപ്പമൊന്നുമില്ല. പറ്റില്ല. അതെ, സുഭാഷ് ചന്ദ്രബോസിന്റെ മോന്നി കളിച്ചല്ലേ അങ്ങടിയല്ലേ? ഭയങ്കര ഞാനാടാ വീട്ടിൽ എന്തേ പൊന്നിരിക്കുമ്പോ കരിക്കട്ട തേടി വന്നത്. പൊന്നിന്റെ അടുത്ത് അറിയല്ലേ? എന്റെ രാജിക്കെത്തുന്നത് എന്തിന്? ഞാൻ പൊക്കോളാന്ന്. ഇതൊരു ബോംബാണ്. എന്തായിക്കോട്ടെ, എനിക്കത് കെട്ടാൻ പറ്റില്ല. നമ്മുടെ 5 സഹോദരങ്ങൾ ജയിലിൽ കിടക്കുന്നത്. അയ്യോ, എന്റെ അമ്മ പറ്റതല്ല. വല്ലവരും പറ്റിയിട്ടൊക്കെ ഞാനെന്തിനാ ബോംബ് പൊട്ടിച്ചാവണത്? എനിക്ക് പറ്റില്ല. പോകത്തില്ലേ? എന്നിട്ട് അത് പോയായിരുന്നു. അതോടെ നിനക്ക് പറ്റില്ലല്ലോ. വേണ്ടത് മാറി. അല്ല, ഞാനവര് ഇതെന്ത് ഇവിടെ തന്നെ നിൽക്കുന്നത്? നീ എന്തേ പിച്ചിമ്പേ പറഞ്ഞത്? പറ്റില്ല. പോയി ഇവിടെ വന്നു. അല്ല, ബോംബ്. അപ്പൊ ബോംബ് കെട്ടാൻ പറ്റില്ല. നിനക്കും പറ്റില്ല. അവനും പറ്റില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവണത്. ആരെങ്കിലും കെട്ടണ്ടേ? പറ്റൂലെന്ന്. ബോംബ് കെട്ടാൻ പറ്റില്ല. ശരി, ഇന്നിവിടെ ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയാ. കഴിക്കാൻ പറ്റുമോ? പറ്റും. ബോംബ് കെട്ടാനാ? പറ്റില്ല. ബിരിയാണി കഴിക്കാനാ? പറ്റും. ബോംബ് കെട്ടാൻ? പറ്റില്ല. ബോംബ് കെട്ടാനാ? അത് പറഞ്ഞാറില്ല. കെട്ടതാരെങ്കിലും ഒരു കാര്യം പറയട്ടെ. ക്യാപ്റ്റൻ കെട്ടിയതെന്നാണ്. അയ്യോടാ, എന്റെ അരഞ്ഞാണം കിടപ്പുണ്ട്. അരഞ്ഞാണോ ബോംബോട്ട് ഫ്രാക്കായി പൊട്ടു. എന്റെ മൂത്തമ്മ കെട്ടി തന്ന അരഞ്ഞാണം. അതെ, ക്യാപ്റ്റൻ കെട്ടി കഴിഞ്ഞാൽ ഓപ്പറേഷൻ സക്സസ് ആയിരിക്കും. അങ്ങനെ കെട്ടാൻ പറ്റില്ല. നിങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരു കാര്യം പറയാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. ആർക്ക് നറുക്ക് കിട്ടുന്നോ അവര് കെട്ടിക്കോളും. ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എന്നെ ചതിക്കില്ല. അപ്പൊ ഞാൻ വിശ്വസിക്കണേ ഞാനേ എന്റെ മന്തുള്ള മൂത്തമ്മേനെ 9 വർഷം നോക്കിയതാ. വെള്ളം കിട്ടാൻ എന്തൊരു കൊഞ്ചലി.
ഭൂമി കേറടിച്ചു വരും. ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. കേട്ട് പഠിക്കാൻ നിനക്കൊക്കെ അല്ലേ പേടിയുള്ളൂ. ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞ കേട്ടില്ലേ അവക്ക് കെട്ടാൻ പറ്റുമെന്ന്. നീ പറ്റിയെടുക്കണല്ലേ? വീട്ടിൽ പോണില്ലേ? വീട്ടിൽ പോടാ. അന്നേരത്തെ ഒരു ദേശത്തില് എടാ ഇവക്ക് അത്ര ധൈര്യം പോലും നിങ്ങൾക്കില്ലല്ല. ഒരു പെൺകുട്ടി നേരിട്ട് വന്ന് പറയണം അവള് ബെൽറ്റ് ബോംബ് കെട്ടിക്കോളാം. ബെൽറ്റ് ബോംബല്ല, പിന്നെ എന്റെ കല്യാണം ഉറപ്പിച്ചു. ആരുറപ്പിച്ചെന്ന്? ഞാൻ തന്നെ. ഞാനല്ല ഞാനൊന്നും ലവ് ലെറ്റർ കൊടുത്തപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ എന്നെ തന്നെ കെട്ടാനുള്ള പരിപാടിയാണ് നിനക്ക്? അയ്യാടാ, ക്യാപ്റ്റൻ അല്ല. പിന്നാരാ? ഞാൻ സ്നേഹിക്കുന്ന ഒരാളാ വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? വിളിക്ക്. ചേട്ടാ. എന്റെ മുറച്ചേക്കനാ. നിന്റെ മാത്രല്ല നാട്ടുകാരുടെ മൊത്തം മുറച്ചക്കനവൻ. മുറമ്പുക്കാമന്റെ ഏക്കന്മാർക്ക് ഇതേ മോച്ചായേ. വന്നേ. ഇവനെ പെറ്റതാണോ അതോ മുട്ട വിരിച്ചെടുത്താണ്? അങ്ങനെ കിട്ടുള്ളൂ. മരവൊന്നിന് പൈസ വന്ന് വിട്ട് പുറത്തിറങ്ങുമ്പോ ഈർക്കിലിൽ ഒരു മുളക് കുത്തി വെക്ക്. ഇല്ല കാക്ക ഓടിച്ചിട്ട് കൊത്തും. ഇങ്ങനെയാണ് ഞാൻ കിട്ടും. ഞാനും കിട്ടും. നിങ്ങൾ മൂന്നുപേര് കെട്ടണ്ട, ഒരാൾ കെട്ടിയാൽ മതി. ഞാൻ കിട്ടും. എടാ ഒറ്റ ബെൽറ്റ് പോകുമ്പോ പിന്നെന്താണ്? ഞങ്ങളും പെണ്ണ് കെട്ടുമെന്ന് കൊന്നുകളെ ഞാൻ പെണ്ണ് കെട്ടിയാ. പിന്നെ അവള് വിളിച്ചോണ്ട് വന്നോ? എടി നീ വന്നേ. നീ കുടുംബം കലക്കാൻ വേണ്ടിയാണ് വന്നത്. എന്റെ കൈവെള്ളയിട്ടാ ഞാൻ കുടുംബം കൊണ്ടുപോണത്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. എന്നെ കെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങിച്ചാവും. മച്ചാവണോ നല്ലത്. അവിടെ എന്നാ മതി. അവളെ കെട്ടിയിൽ എന്ത് പറ്റും? ചത്തളെ ഞാൻ ചത്തളെ. അവള് സമ്മതിച്ചില്ലെങ്കിലോ? ഞാൻ ചത്തളെ. നീ സമ്മതിച്ചില്ലെങ്കിലോ? ഞാൻ ചത്തളെ. ഇപ്പൊ ചത്തുകളെന്ന് മാത്രമല്ല പറയണത്. അതെ ഇവിടെ കെട്ടിക്കഴിഞ്ഞ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഞാൻ കെട്ടും. കെട്ടിക്കഴിഞ്ഞ ഇവിടെ സങ്കടം ചേരേണ്ടി വരും. കട്ടൊക്കെ പിടിച്ചേക്കാനുള്ള ചേർത്തല. ഒരു കാര്യം ചെയ്യാം, ഒരു 3000 രൂപ കൊടുത്തവൻ അങ്ങത്ത് കൊടുക്കട്ടെ. 3000 ഒക്കെ പണ്ടായിരുന്നു. ഇപ്പൊ 5000 രൂപ കൊടുക്കണം. ആയിക്കോ. അയ്യോ ഞാൻ പാവപ്പെട്ടവനാണ്. 1000 രൂപ നീ അടച്ചിട്ട് നീ ചേര് മെമ്പർഷിപ്പ് എടുക്കുന്നത്. ബാക്കി എന്ത് ചെയ്യും? ബാക്കി നീ ചെയ്യണ പ്രവൃത്തിന്ന് കുറച്ചായിട്ട് ഞങ്ങൾ പിടിച്ചോളാം. അത് മതി. അതൊക്കെ മെമ്പർഷിപ്പ് നോക്കാനല്ലേ. അത് മാത്രമല്ല ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ചാവർപ്പട ചേർന്നതിന് നീ അകത്ത് പോയി കഞ്ഞിയും കറിയും വെക്ക്. ചെല്ല്. ഓ പിന്നെ ഇന്ന് പരിപ്പ് വേണ്ടട്ടാ. ഇന്നുരുളക്കിഴങ്ങ. ഒരു അടി ചക്കക്കുരു കൂടി ഗംഭീരായിരിക്കും കേട്ടാ. ചെല്ല്. അതെ കേട്ടാ. എന്റെ പേരെന്താന്ന് ചോദിച്ചു. പേരെന്താ? ഇക്രു. ഇതേ ഇക്രു എന്നൊക്കെ വല്ല പട്ടിക്കുഞ്ഞിനുള്ള വേണ്ട. അതെ തീവ്രവാദിക്ക് പറ്റിയ പേരല്ല ഇക്രുന്ന്. നല്ലൊരു കനം വേണം പേരിന്. ഇക്രു നായിഡു. ഞാനിട്ട് ഇക്രു നായിഡു കേട്ടാ. വന്നേ. ഫിസിക്കൽ ടെസ്റ്റ് അതല്ല, അതിനു മുമ്പ് ഹലോ. പൊളിച്ചു പാർലമെന്റിന്റെ മൂല പൊളിച്ചു കളഞ്ഞാല്. ഗവൺമെന്റ് ആശുപത്രി ഇന്നലെ പൊളിച്ചില്ലേ? അത് 3 മണി തന്നെ പൊളിക്കാൻ ഞാൻ പറഞ്ഞല്ലേ. നീ കമ്മിറ്റി പറയണതൊക്കെ വില്ലേജ് ഓഫീസ് പൊളിക്കണ്ട. എന്റെ ചിറ്ററ മോൻ അവിടെ ഉണ്ട്. എയർപോർട്ടിന്റെ സൈഡ് മറ്റേ ഫ്ലൈറ്റ് കയറക്കിട്ട് ബാക്കിട്ട് വലിച്ചിട്ട് പോരും. സമയം എടുത്തുകൊണ്ടാ മതി. ഓക്കെ ഓക്കെടാ. തോപ്പ് വെച്ച് പൊളിക്കണ പറഞ്ഞത്. ക്യാപ്റ്റന്റെ അതെന്തോ അവര് തകർന്നിട്ടാ. തീവ്രവാദി തുടക്കായി. നീ ഇപ്പൊ ഒരു വലതുകാലം വെച്ച് തീവ്രവാദി സംഘടനയായിട്ട് കേട്ടാ. നീ ബാക്കി ചടങ്ങുകളാണ് ഗംഭീരമായിട്ടുള്ള ചടങ്ങുകൾ. നീ നിന്റെ ബോഡി ഫിറ്റ്നസ് ഒന്ന് നോക്കണം. ഓക്കെ ഞാനല്ല അവനാ. നീ എന്താ കാണിച്ചത്? ഇവൻ ഇത് തന്നെയല്ല പറയണത്. ഓക്കെ നിന്റെ ഫിറ്റ്നസ് ഓക്കെ ഉണ്ട്. കയറുന്നേ. ഇനി നമുക്ക് ഭാവം വരണം. മുഖത്ത് ഒരു ചാവർപ്പടാൻ പറയുമ്പോ ഒരു ഗൗരവം വരണം. അതെ അതിന്റെ മുഖത്ത് കാണണം. നെഞ്ചൊക്കെ വലിച്ചേ, കണ്ണു തുറിച്ചേ, ഭീകരത വർത്തിക്കേ. കപ്റ്റോയി അപ്പുറത്തെ കണ്ണിലേക്ക് ഗൗരവം വന്നില്ല. ഇതെന്താ കുഴപ്പം? അത് ഇച്ചിരി കാഴ്ചോറുണ്ട്. അപ്പൊ ഈ ചെവിക്കൊല്ല കുഴപ്പമുണ്ടോ? ചെവിക്കൊരു കുഴപ്പമില്ല, കേൾക്കൂലെന്നേ ഉള്ളൂ. ഓക്കെ എന്നാലും തന്നെ ഞാൻ എടുത്തിരുന്നു. ഇനി ലാസ്റ്റ് ചടങ്ങ് കൈ കാണിച്ചേ. ഈ ചെറുവരില് ചെറിയൊരു പോറലുണ്ടാക്കിട്ട് 2 തുള്ളി രക്തം ഭൂമിയിലേക്ക് ഇടും. അപ്പൊ അവിടെ നിന്ന് നീ ഇരച്ച് കയറി നീ തീവ്രവാദിയായിട്ട് ഇങ്ങനെ മുകളിലേക്ക് മൊത്തം തീവ്രവാദാവും നീ കേട്ടാ. നീ ചടങ്ങ
കളഞ്ഞു. ഓക്കെ സാധനം കൊടുക്ക്. പിടിച്ചോളൂ. അല്പം ബ്ലഡേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. അവര് മൂന്നുപേരോട് എന്റെ കൈ മുറിച്ച് ചോര. അതുകൊണ്ടല്ലേ പുള്ളി മാറിയത്. അപ്പൊ അവിടെ കൊണ്ട് കാണിച്ചു കൊടുത്തേ. നമ്മുടെ 5 സഹോദരങ്ങളാണ്. അത് കഴിഞ്ഞ് എനിക്ക് ബാക്കി എന്തുള്ളൂ. റെഡിയായി. അപ്പൊ നിന്നെ സംഘടനയിൽ എടുത്ത് കേട്ടാ. ഇച്ചിരി നീങ്ങുന്നേ. ചെറിയൊരു വഴിയും കൊണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറുക്കിടാം. കുറുക്കല്ല നറുക്കിടാ. അപ്പൊ ഇലക്ക് മറ്റേത് വന്നുകൊണ്ട് അങ്ങനെ വന്നു പോയതാ. ഓക്കെ. അപ്പൊ ഞാൻ എഴുതട്ടെ. വേറെ എഴുതിക്കോ. അപ്പഴേ ആരുടെ പേര് വന്നാലും അവര് പോണം. ഓപ്പറേഷൻ സക്സസ് ആയിരിക്കണം. ഓക്കെ. എന്താ സംഭവം ഉണ്ടായത്? ഇവിടുത്തെ മെയിൻ ആളെ തെരഞ്ഞെടുക്കേണ്ട ഒരു സംഭവം ആണോ? ഞാനുണ്ട്. വന്നല്ലേ ഉള്ളൂ കേട്ടോ. ഞാനായല്ലോ, ഇപ്പൊ തീവ്രവാദി ആയല്ലോ. ശരിയായി. ജീവന്മാരുടെ കളിയാണ്. അതുകൊണ്ടല്ല എന്റെ പേര് പറഞ്ഞു. അവന് പേര് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇനി ഈ കിട്ടുന്ന ആൾ പോയിക്കൊള്ളു കേട്ടോ. ഓക്കെ റെഡി. എടുത്തോ ഒരെണ്ണം. വലുത് കൈ. ആ പുള്ളി ബോറം കെട്ടി വീഴും. വേണ്ട. എന്റെ മന്തുള്ള മൂത്തമ്മേ, എന്റെ പേരാവല്ലേ? ഇക്രുനായിഡു. ഞാനിപ്പോ മെയിനാളായ. എന്ന് വെച്ചാൽ നിങ്ങൾ 4 പേരും അയ്യോ ഞാൻ ക്യാപ്റ്റനാണ്. തീവ്രവാദി. ഞാൻ വന്ന് കേറിയത് അപ്പോഴത്തേക്ക് ഇതിപ്പോ എന്താ ചെയ്തത്? ഇനിയിപ്പോ ഒറ്റ ചടങ്ങുണ്ട്. നമ്മളൊരു ബെൽറ്റ് കെട്ടും. രാജാക്കന്മാരൊക്കെ കിരീടം. രാജാക്കന്മാരുടെ കിരീടം. എനിക്ക് ബെൽറ്റ്. സാധനം എടി വന്ന് കേറിയത് അപ്പോഴത്തേക്ക് ഞാൻ മെയിൻ ആളായി. ഞാനാണ് ബെൽറ്റ് ചേട്ടാൻ പോണേ. നിങ്ങളാണോ വലിച്ചു കിടക്കണ എന്താ പറ്റി? കെട്ടിക്കോ. അതുപോലെ കെട്ടണേ. കെട്ടിക്കോളൂ. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് സംഭവം? സൂട്ടാണാ? സൂട്ടാണ്. കെട്ടിക്കോട്ടെ. എന്താ ടൂ എന്ന് പോലെ സൗണ്ട് കേൾക്കണ? അതിങ്ങനെ ടൂന്ന് കേൾക്കും. പിന്നെ എന്താ അങ്ങനെ കേറി? അതങ്ങനെയാണത്. എന്തായാലും ചിതാഭസ്മം നമുക്ക് ഗംഗയിൽ കൊണ്ട് ഒഴുക്കാല്ലേ? അത്രയെങ്കിലും കഴിഞ്ഞ ഒരു ചേല കിട്ടുള്ളൂ. അത് എറണാകുളത്ത് ഹോട്ടലിട്ടാ. എന്തിന് ഇവിടുത്തെ ക്ലോസറ്റിൽ ഇടാത്തെ? പിന്നെ ക്യാപ്റ്റൻ പറയുന്ന കേക്കോ? നമുക്ക് ചിതാഭസ്മം നേരെ 5 പേർ കൂടെ ഗംഗയെ കൊണ്ടുവിടും. 4 പേരുണ്ടാവുള്ളൂ. ഞങ്ങൾ 4 പേരെ പോണത്. ഞാനവിടെ തന്നെ കുടത്തിലായിരിക്കും. ഞാൻ കൊടുത്തില്ല. അതെനിക്ക് എന്താണ് അത് മനസ്സിലാവാത്ത? അതായത് ഈ ബോംബ് പൊട്ടുമ്പോ ചെതറി മരിക്കുമല്ലോ. അപ്പൊ കിട്ടിയ 1-2 വർഷം നമ്മൾ കത്തിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ആരുടെയാണ്? അപ്പൊ ബോംബ് കിട്ടിയേക്കണം നിന്റെ അറിയാലാണല്ലോ. അപ്പൊ പൊട്ടുമ്പോ നീയാണ് മരിക്കണത്. തൊട്ടാ പൊട്ടും. 4 കൂടെ എനിക്ക് പണിയുണ്ടാവല്ലേ? അധികം വില പിടിക്കില്ല. പൊട്ടും. ഇനി ഒന്നുമില്ല. വൈകിട്ട് 5:30 എറണാകുളം നോർത്ത്. എറണാകുളം നോർത്ത്. എനിക്ക് മറ്റേ സാധനം കിട്ടൂല. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ. ട്രെയിൻ നമ്പർ 6627 ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഓടി വച്ചേക്ക്. നീ ഒറ്റയ്ക്കല്ലേ എന്നോട് വിളിച്ചു വരുത്തിയത്? ഇത്ര പണി ഒപ്പിച്ചത് ഞാൻ. ഇതും കൊണ്ട് ഞാൻ ഇവിടെ ഹലോ വെച്ചിട്ട് പോയ. ഷാജി, ഞാൻ പോയടാ. അവിടുന്ന് വിളി വന്ന് അതിർത്തിയില്. അവിടെ യുദ്ധം തുടങ്ങി. നുഴഞ്ഞേറ്റക്കാരെ കൊണ്ട് ഭയങ്കര ശല്യം പാകിസ്ഥാൻ. ഇല്ല, നമ്മളാണല്ലോ ബോംബിന്റെ കാര്യങ്ങൾ ഞാനല്ലേ നിയന്ത്രിക്കണത്. ബോംബ് സ്ക്വാഡിലല്ലേ. അപ്പൊ അത് കാരണം ഞാൻ ചെല്ലാതെ ഒരു പണി നടക്കില്ല അവിടെ. പട്ടാളം അല്ലേ? പട്ടാളക്കാരനല്ലേ? പട്ടാളക്കാരൻ. അവിടെ എന്താ പണി? ഹക്കവാരില്. താൻ എന്ത് ചോദ്യം ചോദിക്കുന്നത്? പട്ടാളത്തിൽ എന്താ പരിപാടി? പല പരിപാടികളുണ്ട്. യുദ്ധത്തിന് പോകണം, ബോംബുമായിട്ട് സഞ്ചരിക്കണം, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. ബോംബിന്റെ എന്താണ് ചേട്ടൻ? ഞാൻ ബോംബിന്റെ സ്പെഷ്യലിസ്റ്റാ. ബോംബ് സ്ക്വാഡിലെ. ബോംബ് എറിയണം, ബോംബ് ഉണ്ടാക്കണം, ബോംബ് നിർമ്മിക്കണം, ബോംബ് നിർവീര്യമാക്കണം, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. ബോംബ് നിർമ്മിക്കുകയും അത് അഴിക്കാനൊക്കെ അറിയാം? എല്ലാം അറിയാം. പിന്നെ യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ട്? എന്താ താനീ പറഞ്ഞത്? താനിങ്ങനെ
കാര്യം പറയുമ്പോ ആൾക്കാർ പറയും പട്ടാളക്കാർ നുണയന്മാരാണെന്ന്. പക്ഷെ നമ്മ സത്യമായിട്ടേ പറയുള്ളൂ. പെട്ടെന്ന് പറയണതേ, സമയമില്ല. ട്രെയിൻ വരാൻ സമയം പെട്ടെന്ന് വരുമല്ലോ. ഞാൻ പെട്ടെന്ന് തീർത്തേക്കാം. പെട്ടെന്ന് തീർക്കണം. കഴിഞ്ഞ യുദ്ധത്തില് ഇന്ത്യ പാക് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യൻ പട്ടാളം മൊത്തം ഒരു 25,000 ബോംബ് ടെന്റിന്റെ ഉള്ളിൽ എന്നെ ഏൽപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് ഏൽപ്പിച്ചിട്ട് അവരൊക്കെ അങ്ങോട്ട് പോയി യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഈ 25,000 ബോംബുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം? മിണ്ടാൻ ആരുമില്ല, ഒന്നും പറയാൻ ആരുമില്ല. എല്ലാം ഈ പൊട്ടിച്ചെറിയാൻ കിടക്കുന്ന ബോംബ് മാത്രമേ ഉള്ളൂ. വൈകിട്ടായപ്പോ എനിക്ക് ഉറക്കം വന്നിട്ട് കളിയില്ല. എങ്ങനെ ഉറങ്ങും ഈ ബോംബിന്റെ ഇടയിൽ കിടന്ന്? എനിക്കാണെങ്കിൽ തലയണയിലായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ നോക്കിയപ്പോ 3 ടൈം ബോംബ് ഇരിക്കുന്നു. മെല്ലെ ഞങ്ങളുടെ വിടർത്തി വെച്ചിട്ട് തലയണാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് നന്നായിട്ട് സ്ലീപ്പ് ചെയ്ത് ടൈം ബോംബിൽ കിടന്നുറങ്ങിയ പിന്നെ ഡംബീസ് പറഞ്ഞ. പക്ഷെ ഞാൻ ആ തരത്തിലുള്ള ആളല്ല. എന്നെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ബോംബ് സുരി. പിന്നെ ഫേമസ് ആണ്. എന്റെ ദൈവം, എന്റെ ഒരു ഭാഗ്യം നോക്കണേ. ഇയാളെ കൊണ്ട് ഇപ്പൊ തന്നെ അരിപ്പിക്കായത് കാര്യം പറയാം. ചേട്ടാ ബെൽറ്റ് ബോംബൊക്കെ എനിക്കറിയോ? അയ്യോ, എല്ലാം അറിയാം എനിക്ക്. ആണാ? പിന്നെ ഒന്ന് വെച്ചേന്നു നിന്റെ ബാക്ക്. എന്ത് പറ്റി? ഇതിന്റെ ബെൽറ്റിന്റെ ഹുക്ക് പോയാ? ബെൽറ്റിന്റെ ഊക്കാണ്. അത് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. അത് നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് അല്ലേ, അറിയാൻ പറ്റുമോ? അല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നങ്ങൾ ഫ്രണ്ടിലാ കുഴപ്പം. എന്താണ്? ബെൽറ്റ് ബോംബാണ്. ബെൽറ്റ് ബോംബ് അത് തീവ്രവാദിയാണ്. ചെറുതായിരുന്നു. ഞങ്ങൾ 5 പേരെ അവിടുന്ന് വിട്ടയക്കാൻ, ജയിലിൽ നിന്ന് വിട്ടയക്കാൻ വേണ്ടിട്ട് ക്യാപ്റ്റൻ ഏൽപ്പിച്ചതാ. എന്നിട്ട് ഇവിടെ വന്നിപ്പോ ഉടനെ പൊട്ടും. സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ഇത് സഹായിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടില്ല. അതുമല്ല, സ്കൂട്ടർ അവിടെ ബോംബ് ഉണ്ടാക്കുന്ന ആളല്ലേ. നിന്ന് കഴിഞ്ഞാൽ ഇത് അങ്ങനെയൊക്കെ ശരി. ഞാൻ ബോംബ് കട്ടറുകൊണ്ട് അകലെ നിന്ന് കണ്ട. ബോംബ് ഉണ്ടാക്കുന്ന ആളെന്ന് പറഞ്ഞ് ബോംബല്ല, ക്യാൻറ്റീനിൽ പോണ്ട. ബോംബ് ഉണ്ടാക്കുന്ന ആളാണ്. അതല്ല, എന്നാലും ഇതൊക്കെ അറിയാൻ പറ്റും. ഡ്രൈവർ എടുത്തിട്ടില്ല. അതല്ല, നമുക്ക് ഇച്ചിരി കഴിഞ്ഞാൽ എല്ലാം പൊട്ടും. ട്രെയിൻ എന്റെ ട്രെയിനാണോ വന്നത്? അതല്ലെന്ന് ഒന്ന് വന്ന് പൊട്ടിച്ച് എന്നിട്ട് പോന്നേ. എടുത്തുതരാം. ഇരിക്കും അവിടെ ഇരിക്കും. ഒറ്റ വഴിയുള്ളത്. കൊറേ സമയല്ലേ ഇതെന്താ ഇത് പണ്ടാരം പൊട്ടാത്തെ? ക്യാപ്റ്റാ, ഹലോ. പരലോകത്ത് വിളിക്കണ്ട ബോംബ് പൊട്ടിട്ട്. പരലോകമൊന്നുമല്ല, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എന്നാ വിളിക്കുന്നത്. ബോംബ് പൊട്ടിയില്ലല്ലോ, സമയം കുറേയായി. ബോംബ് പൊട്ടിയില്ലെന്നോ? ആ, പൊട്ടിയില്ല. നിങ്ങൾ എവിടെ ഇരിക്കുവാ? ഞങ്ങള് ഇതിന്റെ തൊട്ടപ്പുറത്ത് മറ്റേ കുടം കൊണ്ട് വന്നിട്ടുണ്ട് ചാരന്മാരൻ. അവിടെ നിക്കത്തുള്ളൂ. ഇതെന്തോ കംപ്ലൈന്റ് ആയത്, ഇങ്ങോട്ട് പോരെ. ആണോ? അന്നേ ഞങ്ങൾ പെട്ടെന്ന് വാ. കംപ്ലൈന്റ് വരാൻ സാധ്യതയില്ലല്ലോ. മനുഷ്യനെ പറ്റിക്കുന്നത് മര്യാദ ഉണ്ട് കേട്ടോ. എടാ, ഇത് പൊട്ടിയില്ലേ? ഇത് ഏതാ? പൊട്ടിയൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഇത്ര നേരം ഇവിടെ നിൽക്കുന്നതെന്നറിയോ? നീയാണോ ഉണ്ടാക്കിയത്? ഞാനല്ല. നീയാണോ ഉണ്ടാക്കിയത്? ഞാനല്ല. ഇതാ സുഭാഷ് ചന്ദ്രബോസിന്റെ മോനിലോട്ടാക്കിയത്. വെറുതെ അവനടക്ക വെച്ച് മുങ്ങിയത്. അത് പൊട്ടാത്ത ശരിക്കിത് സംഘടനയ്ക്ക് വേണ്ടി ചാവാൻ വന്ന എന്നെ എല്ലാരും കൂടെ ചേർന്ന് എന്തോ പരീക്ഷിക്കാനല്ലേ? വരേണ്ട സാധ്യത. മണി 6 മണിയാവില്ലേ? അതേട്ടാ, ഇത് ക്ലോക്ക് കറക്റ്റ് ആണ് ഇവിടെ. എടോ, ആ ക്ലോക്ക് തെറ്റാണ്. റെയിൽവേ ടൈം എന്തെങ്കിലും കൃത്യമായിട്ടുണ്ടോ? അതിൽ അരമണിക്കൂർ സ്ലോവാ. അപ്പൊ ഇപ്പൊ സമയം എന്തായി? ഇപ്പൊ കൃത്യം 5 ആയിട്ടുണ്ട്.